വെൽക്കം ടു USS ചാമ്പ്യൻ ലീഗ്. സോ നമ്മൾ ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അതിന് 2 വീഡിയോസ് നമ്മൾ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. ഇത് 3ാമത്തെ എപ്പിസോഡാണ്. സോ ഇതിൽ നമ്മൾ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ വർക്ക്ഔട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. സോ എല്ലാവരും റെഡി അല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ എക്സ് ആൻഡ് വൈയുടെ USS കമ്മിറ്റി വാട്സാപ്പിൽ ഒരു നമുക്ക് കമ്മ്യൂണിറ്റി ഉണ്ട്. സോ അതിൽ നമ്മൾ USS റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഡെയിലി ക്വിസുകൾ, മോക്ക് ടെസ്റ്റ് ഇതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. സോ ഇതുവരെ നിങ്ങൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ? യെസ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ x degree, 1.5 x degree, 2.5 x degree, what is the measure of the shortest angle? ഏറ്റവും ചെറിയ ആംഗിളിന്റെ ആംഗിൾ എത്രയാണെന്നാണ് ചോദ്യം. സോ ഇവിടെ നമുക്ക് ഈ 3 ആംഗിൾസിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ x ഡിഗ്രി, 1.5 x, 2.5 x. ഇതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഏതാ? ഷോർട്ടസ്റ്റ് എന്ന് പറയുന്നത് x ആണ് അല്ലേ. അപ്പൊ നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമ്മുടെ ആൻസർ ആയി. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ x 1.5 x പ്ലസ് 2.5 x ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 180 ഡിഗ്രി എന്ന് കിട്ടണം അല്ലേ. സം ഓഫ് ദി ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. അപ്പൊ ഇത് 3ഉം ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 180 ഡിഗ്രി എന്ന് കിട്ടണം അല്ലേ. സോ നോക്കി ഇവിടെ ഒരു എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് 1 അല്ലേ. 1 പ്ലസ് 1 2 2 പ്ലസ് 2 4. പിന്നെ ഈ 2 അരയും കൂടെ ആഡ് ചെയ്താൽ എത്രയായി? 5 ആയി. അപ്പൊ 5 അല്ലേ. സോ 5x ആണ് ഇവിടെ ഉള്ളത്. ഇത് മൊത്തം ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 5x. 1.5യും 2.5യും എത്രയാണ്? 1.5 2 4 ആണ്. 4 3 5. അപ്പൊ മൊത്തം 5x ആണുള്ളത്. 5x എന്ന് പറയുന്നത് 180 ആണ്. സോ x എന്ന് പറയുന്നത് എത്രയാ? 180 ഡിവൈഡഡ് ബൈ 5. എത്രയാ 180 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ? 5 into 3 15. So 30. 6 into 5 30. 36. So 36 ഡിഗ്രി ആണ് നമ്മുടെ x വരിക. x ആണ് നമ്മുടെ ഏറ്റവും ചെറിയ ആംഗിൾ കേട്ടോ. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി നമ്മുടെ അടുത്ത് ഏറ്റവും വലിയ ആംഗിൾ ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? 2.5 x ആണ് കണ്ടുപിടിക്കേണ്ടത്. x അല്ല എഴുതേണ്ടത്. അപ്പൊ നമ്മൾ 2.5 x ആണ് എഴുതുന്നത്. ഇപ്പൊ ഏറ്റവും ചെറിയ ആംഗിൾ ചോദിച്ചുകൊണ്ട് നമുക്ക് ജസ്റ്റ് ആ കിട്ടിയ x തന്നെ ഡയറക്റ്റ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ, മെഷേഴ്സ് ഓഫ് ദി ആംഗിൾസ് ഓഫ് എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ആംഗിൾസ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ നിങ്ങൾ ചെറിയ ക്ലാസ് ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ടൊക്കെ പറയേണ്ടി വരും. ഇനി അങ്ങോട്ട് ഹയർ ക്ലാസ്സസിലൊക്കെ ഇത് ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ടാണ് വരിക കേട്ടോ. അതായത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആണ്, ഇതും എക്സ് ആണ്. സോ ഈ 3 ആംഗിൾസും നമ്മൾ ആഡ് ചെയ്യണം അല്ലേ. 3 ആംഗിൾസും ആഡ് ചെയ്താൽ നമുക്ക് 180 ഡിഗ്രി എന്ന് കിട്ടും. അതായത് 3x എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. നമ്മുടെ x എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിവൈഡഡ് ബൈ 3 വിച്ച് ഇസ് 60 ഡിഗ്രി. സോ നമ്മുടെ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ആംഗിൾസ് എത്രയാണെന്ന് നിങ്ങളുടെ അടുത്ത് ഏത് പാതിരാത്രി ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഇറ്റ് ഇസ് 60 ഡിഗ്രി. ഓക്കെ, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ false statement. അപ്പൊ എന്ത് ചെയ്യണം? ഉടനെ തന്നെ ഈ ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്യണം. false statement ആണ് ചോദിച്ചിട്ടുള്ളത്. റിലേറ്റഡ് ടു an equilateral triangle. ഓക്കെ, all sides are equal. അത് false ആണോ? അല്ല, അത് ട്രൂ ആണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എല്ലാ സൈഡ്സും ഈക്വൽ ആയുള്ള ട്രയാങ്കിൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുക. ഇനി 3 ആംഗിൾസ് ആർ ഈക്വൽ. അത് എല്ലാ ആംഗിൾസും ഈക്വൽ ടു 60 ഡിഗ്രി ആണ്. മെഷർ ഓഫ് ഈച്ച് ആംഗിൾസ് ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഓക്കെ, ഇതെല്ലാം കറക്റ്റ് ആണ്. അപ്പൊ ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഈ ബി മാത്രമാണ്. 2 ആംഗിൾസ് ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞു, അത് റോങ് ആണ് അല്ലെ. എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഇതിന്റെ ആൻസർ വരിക. ഓക്കെ, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വരിക ഏതാണ്? ബി ആണ്. റോങ് സ്റ്റേറ്റ്മെന്റ് അല്ലെ. യെസ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് can be the measure of an isosceles triangle. Isosceles triangleന്റെ മെഷർ ആവാൻ പറ്റുന്നത് ഏതാണ്? ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്? 2 സൈഡ്സ് ഈക്വൽ ആയിരിക്കണം അല്ലെ. അപ്പൊ ഇത് 2 സൈഡ്സ് ഈക്വൽ ആണോ? അല്ല. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എലിമിനേറ്റ് ചെയ്യേണ്ടതിനൊക്കെ നമ്മൾ ആദ്യം എലിമിനേറ്റ് ചെയ്ത് കളയണം. ഓക്കെ, ഇനി നമുക്ക് 3 ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. സോ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ 2 10 10 ആണ് അല്ലെ.
അപ്പോൾ ഞാൻ 2 + 10 ചെയ്യാണ്. എനിക്ക് എന്താ കിട്ടുക? 12 ആണ് കിട്ടുക, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ 10 + 10 ചെയ്യാണ്, വിച്ച് ഇസ് 20, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ്. ഓക്കെ, അടുത്തത് ഞാൻ അടുത്ത ഏതാ പോസിബിലിറ്റി? ഇനി എനിക്ക് പോസിബിലിറ്റീസ് ഇല്ല, ഇനി വീണ്ടും സെയിം തന്നെയാണ് റിപ്പീറ്റഡ് ആവുക, അല്ലേ? സെയിം തന്നെയാണ് ഇനി റിപ്പീറ്റഡ് ആവുക. സോ ഇതെന്താണ്? ഇത് ഇറ്റ് ക്യാൻ ബി ദ മെഷർ ഓഫ് എൻ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് നമുക്ക് പറയാം, അല്ലേ? ഇറ്റ് ക്യാൻ ബി ദ മെഷർ ഓഫ് എൻ ഐസോസെലസ് ട്രയാങ്കിൾ. സോ ഇനി അടുത്തത് എടുക്കുകയാണെങ്കിലോ, അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൽ എല്ലാ കോമ്പിനേഷൻസ് എടുത്തില്ലേ? 10 + 10 എടുത്തു, 10 + 2 എടുത്തു. ഇനി വീണ്ടും എടുക്കുകയാണെങ്കിൽ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ടാണ് വരിക. സോ ഇത് ഓക്കെ ആണ്. അടുത്ത കേസ് എടുത്ത് നോക്കാം. സോ 5, 5, 10. സോ 5 + 5 10 ആണ് വരിക, വിച്ച് ഇസ് ഈക്വൽ ടു ദ തേർഡ് സൈഡ് ആണ്, റൈറ്റ്? സോ ദിസ് ഇസ് നോട്ട് പോസിബിൾ. അതുപോലെ 3 + 3 എടുത്താൽ 6 ആണ് കിട്ടുക, വിച്ച് ഇസ് ലെസ് ദാൻ ദ തേർഡ് സൈഡ്. അപ്പോൾ അതും പോസിബിൾ അല്ല. ഓക്കെ, ഇവിടെ പോസിബിൾ ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യുന്ന പ്രൊസീജിയർ കുറച്ചുകൂടി ഈസി ആയി, അല്ലേ? പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടി. യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a 30 degree, 60 degree, 90 degree triangle, the length of the side opposite to 30 degree is 4 centimeter. What is the length of the side opposite to 90 degree? അപ്പോൾ ഇതിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അല്ലേ? ആ ട്രയാങ്കിളുടെ ആംഗിൾസ് ഏതൊക്കെയാണ്? 30, 60, 90. So 30, 60 and 90. ഓക്കെ, ഇങ്ങനെയുള്ള ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എപ്പോഴും എങ്ങനെയായിരിക്കും എന്നറിയോ? ഇപ്പോൾ 30, 60, 90. അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് നമ്മൾ 1 എടുക്കുകയാണെങ്കിൽ 1:√3:2 എന്നുള്ള റേഷ്യോയിലായിരിക്കും. ഓക്കെ, അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എക്സ് ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എന്ന് പറയുന്നത് x√3 ആയിരിക്കും. ആൻഡ് 90ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് വന്നിട്ട് 2x ആയിരിക്കും. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട് എന്താണ്? 30ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് 4 ആണെന്ന് തന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ 60ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് 4√3 ആയിരിക്കും. അതുപോലെ 90ക്ക് ഓപ്പോസിറ്റ് വരുന്നത് 4×2 ആയിരിക്കും, വിച്ച് ഇസ് 8 centimeter. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? യെസ്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, അല്ലേ? ഓക്കെ, length of the sides of a triangle are 8 centimeter, 12 centimeter and x centimeter. What is the greatest value of x? Xന് പോസിബിൾ ആവുന്ന ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചില ടേംസ് ഒക്കെ വരുമ്പോൾ അത് പ്രത്യേകം അണ്ടർലൈൻ ചെയ്യുക. നമ്മൾ നോട്ട് ചെയ്യേണ്ട ടേംസ് ആണെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഗ്രേറ്റസ്റ്റ് വാല്യൂ പോസിബിൾ ആവുന്നത് ഏതാണെന്നാണ്, അല്ലേ? സോ ഗ്രേറ്റസ്റ്റ് ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ 8, 12, x ഇങ്ങനെയാണ്, അല്ലേ? അപ്പോൾ നമുക്കറിയാം 8ഉം 12ഉം ആഡ് ചെയ്താൽ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എക്സ്. എക്സിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം, അതായത് 20 ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്. അപ്പോൾ എക്സിന് പോസിബിൾ ആവുന്നത് 19 വരെയാണ്. ഇപ്പോൾ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ പോസിബിൾ ആവുന്നത് 19 വരെയാണ്, അല്ലേ? അപ്പോൾ ഈ ഓപ്ഷൻ നോക്കിയാൽ അറിയാം നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലേ? സോ ഇതിന് 18നേക്കാളും വലിയ നമ്പർ പോസിബിൾ ആവുന്നത് 19 ആണ്. 20 ആവാൻ പറ്റുമോ? ഇല്ല, 20 ആവാൻ പറ്റില്ല, 21ഉം ആവാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും പോസിബിൾ ആവുന്നത് എക്സിന് പോസിബിൾ ആവുന്നത് 19 ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ 5 centimeter, 11 centimeter and x. വാട്ട് ഈസ് ദ ലീസ്റ്റ് വാല്യൂ ഓഫ് എക്സ്? എക്സിന് പോസിബിൾ ആവുന്ന ഏറ്റവും ലീസ്റ്റ് വാല്യൂ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം 5 + 11 എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എക്സ്. 5 + 11 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എക്സ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ദിസ് ഇസ് 16 ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്, അല്ലെങ്കിൽ എക്സ് ഇസ് ലെസ് ദാൻ 16. അപ്പോൾ എക്സ് ഷുഡ് ബി ലെസ് ദാൻ 16 ആയിരിക്കണം, അല്ലേ? 16നേക്കാളും ലെസ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ എല്ലാം 16നേക്കാളും ലെസ് തന്നെയാണ്. ഇനി നമുക്ക് വേറൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഡിഫറൻസ്, ഇതിൻ്റെ ഡിഫറൻസ് എടുത്താൽ ഇപ്പോൾ 11 - 5 എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? 6 ആണ് വരിക, അല്ലേ? സോ ഡിഫറൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദി തേർഡ് സൈഡ് എന്നാണ്. അപ്പോൾ നമ്മൾ ഇനീക്വാലിറ്റി തിയറം, ട്രയാങ്കിൾ ഇനീക്വാലിറ്റി തിയറത്തിൽ സം ഓഫ് എനി 2 sides ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ് എന്ന് പറയുന്നത് പോലെ
മറ്റൊരു കേസാണ് എന്ത്, ഡിഫറൻസ് ഓഫ് എനി ടു സൈഡ്സ്. അപ്പോൾ ഇവിടെ കിട്ടിയ ഡിഫറൻസ് എത്രയാണ്? 11 - 5 6 ആണ് അല്ലേ. സോ ഡിഫറൻസ് ഓഫ് എനി ടു സൈഡ്സ് എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ ദി തേർഡ് സൈഡ്. ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ദി തേർഡ് സൈഡ്. ഓക്കെ, സോ ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 11 - 5 is 6 ആണ്. So 6 should be it should be less than the third side. So 6 should be less than the third side x. So 6 less than x. അപ്പോൾ എക്സിന് പോസിബിൾ ആവുന്ന ഏറ്റവും ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ് അസ്യൂം ചെയ്യുന്നത് കേട്ടോ. സോ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 6 ഷുഡ് ബി ലെസ് ദാൻ 6 അല്ലെങ്കിൽ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 6. ഓക്കെ, എക്സ് 6നേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. ഓക്കെ, സോ ഏറ്റവും ലീസ്റ്റ് പോസിബിൾ ആവുന്ന വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ അല്ലേ? ഗ്രേറ്റസ്റ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്? സമ്മ് വെച്ചിട്ടായിരുന്നു. അതുപോലെ ലീസ്റ്റ് വാല്യൂ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഡിഫറൻസിൻ്റെ ഒരു തിയറാണ് യൂസ് ചെയ്തത്. ഡിഫറൻസ് ഓഫ് എനി ടു സൈഡ്സ് ഷുഡ് ബി ലെസ് ദാൻ ദി തേർഡ് സൈഡ്. ഇതും മറ്റൊരു ട്രയാങ്കിൾ ഇനീക്വാലിറ്റി തന്നെയാണ്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.